ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇന്ന് ചെമ്മീനായിട്ടാണല്ലോ എൻ്റെ വരവെന്ന് പുറത്ത് കാണും. അതെ, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചെമ്മീനാണ് കേട്ടോ. നമ്മൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടാലോ. നമ്മളിന്ന് ചെമ്മീൻ മുളകിട്ട് വെക്കാൻ പോവുകയാണ്. ആരും ചെയ്യുന്ന കാര്യം തന്നെ, എന്നാലും ഞാൻ എൻ്റേതായ രീതിക്ക് ഒന്ന് വെക്കുക കേട്ടോ. നമ്മൾ ആദ്യം ചട്ടി വെച്ച് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് ഇടുക കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല കറി കേട്ടോ. ചെമ്മീൻ മുളക് കറി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വയറിനൊക്കെ നല്ല എരിവ് കറിയൊക്കെ കൂട്ടുന്ന ഉപ്പും പുളിയൊക്കെ ഇട്ട കറി കൂട്ടുന്നത് നമ്മുടെ വയറിന് എപ്പോഴും നല്ല സുഖമാണ് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ഓവറായിട്ട് എരിവ് കൂട്ടുമ്പോൾ അതിന് ദോഷങ്ങളൊക്കെ വരത്തുള്ളൂ. ഒരു നോർമൽ രീതിയിൽ എരിവ് കൂട്ടുന്നുണ്ടെന്ന് അവർക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അതായത് നമ്മുടെ തേങ്ങാക്കൊത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കാം. അപ്പം ഞാൻ വീഡിയോയിൽ ശ്രദ്ധിച്ചത് കാരണം എൻ്റെ തേങ്ങാക്കൊത്ത് ഇച്ചിരി മൂത്ത് പോയിട്ടുണ്ട്. സാരമില്ല കേട്ടോ, ഒരുപാട് കരിഞ്ഞൊന്നും പോയിട്ടില്ല. കരിയാതെ എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഒന്ന് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുവാണെങ്കിലും നല്ലതാണ് കേട്ടോ, കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഞാൻ തക്കാളിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അതിന് വെച്ച് തക്കാളിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തക്കാളിക്ക നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് കിട്ടും കേട്ടോ. ഏകദേശം നമ്മുടെ തക്കാളിക്ക നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും നന്നായിട്ട് ചേർത്ത ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സൈഡിലിരിക്കുന്നതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഇളക്കി കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ നല്ല കുടംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഉപ്പിട്ടതല്ല ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കുറേശ്ശെയായിട്ട് കണ്ടു. നമ്മളിത് ചെമ്മീൻ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുക കേട്ടോ. നമുക്കത് കുറേശ്ശെ ഇതിലേക്ക് ചെമ്മീനെ ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളം വെക്കണ്ട. ചെമ്മീൻ തിളച്ച് വരുമ്പോഴത്തേക്കിനും ചെമ്മീനകത്ത് ഒരു വെള്ളം ഇറങ്ങി വരുമല്ലോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. തിളപ്പിച്ച് പറ്റിച്ചെടുക്കുക കേട്ടോ. ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും